എല്ലാ പാർട്സും ബി എമ്മിൽ അവൈലബിൾ ആണ്. പക്ഷെ ചില പാർട്സ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ വേസ്റ്റ് പാർട്ട് എന്ന് പറയാനായിട്ട്, ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് സാധാരണ 20-30 ലക്ഷം രൂപയിൽ കിട്ടുന്ന ഒരു വണ്ടിയിലും കിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു BMW ആണ്. ദ 1 സീരീസ് BMW, ദ വൺ ആൻഡ് ഓൺലി ഹാഷ് ബാക്ക് BMWs ആൻഡ് ദ വൺ ആൻഡ് ഓൺലി റിയർ വീൽ ഹാഷ് ബാക്ക്. വൺ ആൻഡ് ഓൺലി എന്ന് പറഞ്ഞല്ലോ നമ്മൾ. അതായത് BMWൻ്റെ 1 സീരീസ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ലായിരുന്നു. ഞാനും കുറച്ച് നാൾക്ക് മുമ്പാണ് അറിയുന്നത് BMW 1 സീരീസിനെ പറ്റി. അതായത് മറ്റ് കൺട്രീസിലുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതും ഒരു BMW ഹാഷ് ബാക്ക് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മെഴ്സിഡീസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹാഷ് ബാക്സ് ഒക്കെ A ക്ലാസിൻ്റെ ഒക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷേ BMWൻ്റെ ഒരു ഹാഷ് ബാക്ക് നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇതൊരു റിയർ വീൽ ഡ്രൈവ് BMW ആണ്. റിയർ വീൽ ഡ്രൈവ് ഇൻ എ ഹാഷ് ബാക്ക്, ആ ഒരു കോമ്പിനേഷൻ ഓർത്ത് നോക്കി. ഹാഷ് ബാക്സിൽ ശരിക്കും റിയർ വീൽ ഡ്രൈവ്സ് ഒരു കമ്പനീസും ഒരു വാഹനങ്ങൾക്കും കൊടുത്തില്ല. കുറച്ച് കസ്റ്റം മെയ്ഡ്സ് ആയിട്ടുള്ള പോളോ GTസിൻ്റെ എന്തോ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഹാഷ് ബാക്സിന് റിയർ വീൽ ഡ്രൈവ്സ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വണ്ടിക്ക് റിയർ വീൽ ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇറങ്ങിയിട്ടുള്ളതിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കി, എങ്കിലും ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്കറിയാനായിട്ടുണ്ട്. ആ ഒരു ഹാഷ് ബാക്ക്, ഒരു ഹോട്ട് ഹാച്ച് എന്ന് പച്ച ഇംഗ്ലീഷിൽ വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ പിന്നിൽ കിടക്കുന്നത്. കുറച്ച് കസ്റ്റമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു കിടിലൻ BMW ആണ് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓണറിനോട് നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റിയ കാര്യങ്ങളും ഇതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഓണർഷിപ്പ് റിവ്യൂ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് BMW 1 സീരീസിൻ്റെ ഓണർ, ടോം എന്നാണ് ബ്രോയുടെ പേര്. ഹായ് ബ്രോ, വെൽക്കം ടു ചാനൽ. ബ്രോ എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക്. ഞാൻ മെയിൻ ഇൻ ടു കാർ തിങ്സ് ആണ്. അതായത് ഇപ്പോൾ മോഡിഫിക്കേഷൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ECU പ്രോഗ്രാമിംഗ്, റീമാപ്പിംഗ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞ മാതിരി ആക്സറീസ് പാർട്സ് സോഴ്സ് ചെയ്യുക, നമ്മുടെ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വഴി, ഇപ്പോൾ ദുബായിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഡൽഹി ഓരോ ഡീലേഴ്സിൻ്റെ ത്രൂ നമ്മൾ പാർട്സ് സോഴ്സ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ബിസിനസ്സായിട്ട് നമ്മുടെ ഇപ്പം എന്താ പറയുക, നമ്മൾക്ക് വരുന്ന കസ്റ്റമർ എൻക്വയറി വെച്ചിട്ട് നമ്മൾ ഓരോ പാർട്സുകളും സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഇഷ്ടം കൊണ്ട് ഒരു പ്യുവർ കാർ എന്തൂസിയാസ്റ്റ് ആണെന്ന് വണ്ടി കണ്ടാൽ തന്നെ പറയാൻ പറ്റും. കാരണം ഒരു ഹാഷ് ബാക്ക് BM എന്നുള്ളത് പൊതുവേ അത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം, ഒരു പ്രീമിയം കാറിലോട്ട് പോകുമ്പോൾ ഒരു സെഡാൻ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബിഗ് സൈസിലുള്ള വണ്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ഒരു പ്യുവർ എന്തൂസിയാസ്റ്റിന് ഇത്തരം വണ്ടികളിലോട്ട് ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ലൈക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്തത്. അതായത് പുള്ളി ഒരു ഡോക്ടറാണ്. അപ്പോൾ മീൻസ് പുള്ളിൻ്റെ പ്രൊഫഷനിൽ ഇത് കൂടുതൽ ടൈം ഇതിൻ്റെ പിന്നാലെ സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോ കാറുകൾ പ്ലാൻ ചെയ്ത്, പുള്ളി ഇടയ്ക്കിടയ്ക്ക് കാർ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് ഓരോ കാറുകൾ, നല്ല മോഡൽസ് കാറുകൾ കാണുമ്പോൾ പ്രിഫർ ചെയ്ത് ഞാനും വേറെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള കമ്പനികളുണ്ട്, അപ്പോൾ അങ്ങനെ ത്രൂ എടുക്കാറുണ്ട് കാറുകൾ. അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു മീൻസ് ആ വണ്ടി അറിഞ്ഞ് അതിൻ്റെ ഒരു എൻജോയ്മെന്റ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വേറെ വണ്ടികൾ എടുക്കാറുണ്ട്, ഓരോ വണ്ടികൾ. അപ്പം ലൈക്ക് ഈ കാറും എൻ്റെ ഫ്രണ്ട് ആ ഡോക്ടർ ആണെങ്കിൽ പ്യുവർ BMW എന്തോസിയാസ്റ്റ് ആ ഒരു ഫാനാണ്. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാറായിരുന്നു ഈ 1 സീരീസ്. പുള്ളി 3 സീരീസും 5 സീരീസും എല്ലാ മോഡൽസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും, മെഴ്സീസും ഓടിയും എല്ലാം മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും, അപ്പോൾ പുള്ളി ലൈക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇത് പുതിയതൊന്ന് വാങ്ങണ കാശിന് ലൈക്ക് ആൾക്കാരൊരു ഇതായിട്ട് കാണില്ല, കാരണം അത്രയും പ്രൈസ് കൊടുത്തൊരു ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിൽ കാണും. അപ്പോൾ പുള്ളിയുടെ മൈൻഡിലുണ്ടായിരുന്നു, വൺസ് ഇതിൻ്റെ യൂസ്ഡ് മാർക്കറ്റ് ഒരു റീസണബിൾ പ്രൈസിലേക്ക് എത്തുമ്പോൾ നമുക്കിത് ഒരെണ്ണം ഓൺ ചെയ്യാം, എന്നിട്ട് നമുക്കത് ബെറ്റർ ആക്കി എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്സ് അവൈലബിലിറ്റി ഒന്നും പ്രശ്നമില്ല, എല്ലാ പാർട്സും BMW അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാറിലേക്ക് എത്താനുണ്ടായിരുന്ന മെയിൻ ഒരു റീസൺ. പിന്നെ ഇതിൻ്റെ ഒരു ഫൺ, ലൈക്ക് അതൊരു റിയർ വീൽ ഡ്രൈവ് ആണ്,
പ്യുവർ അതായത് BMW ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ കൂടുതൽ വാഗ് കാർസ് യൂസ് ചെയ്ത് വോക്സ്വാഗൺ പോളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറി പസാറ്റ് ജെറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തൊന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഹെഡ് എന്നുള്ള ഫീലാണ് എപ്പോഴും BMW എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞു. അങ്ങനെയാണ് ഈ കാറുകൾ പ്രിഫറൻസ് വന്നത്. ഈ 1 സീരീസിനോടുള്ള ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രസം പിന്നെ മെയിൻലി ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ 1 സീരീസിൽ. ഇപ്പോൾ ഈ പർട്ടിക്കുലർ മോഡൽ വണ്ടി എന്ന് പറയുന്നത് 118D ആണ്. അത് 118D എന്ന് പറയുമ്പോൾ 3 സീരീസിൽ വന്നിരുന്ന 320D ഇതിൽ വന്നിരുന്ന സെയിം എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്റർ ഡീസലാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 140+ ഹോഴ്സ് പവർ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓടിക്കുമ്പോൾ ഉള്ളൊരു അത് ലൈക്ക് നമുക്കൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഒരു എ ക്ലാസ് ഓടിക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെ ഒരു ഈ ഒരു കാറ്റഗറിയിൽ വേറെ ഇല്ല. പിന്നെ ഇത് മാർക്കറ്റിൽ സക്സസ് ആവാത്തതിൻ്റെ ഒരു റീസൺ മേ ബി അതായിരിക്കും. അന്ന് ലുക്സ് അത്ര ഇതായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഈ മോഡൽ വന്നിരുന്നത്. ഇതിന് ഈ ടൈപ്പ് ഹെഡ്ലൈറ്റ് ഫുൾ ഓപ്ഷൻ്റെ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീൽസും ഇതല്ല ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിപ്പോൾ 18 ഇഞ്ചാണ് വീൽസ് വരുന്നത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വീൽസ് 18 ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നതാണ്. നോർമലി വരുന്നത് 16 ഇഞ്ച് വീൽസ് ആണ്, റിംസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു പുറത്തൊരു വണ്ടീൻ്റെ ഒരു ടൈപ്പ് ഡിസൈൻ ആയത് ബോഡി ലെവലിലേക്ക് പുറത്തേക്ക് വന്നിട്ടുമില്ല. ഓൾറെഡി പുറത്ത് 18 ഇഞ്ചും 19 ഇഞ്ചും വന്നിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ട് ഈ 1 സീരീസിൽ. പല വേരിയന്റ് ഡിഫറൻസ് അനുസരിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊരു 18 ഇഞ്ച് കംഫർട്ടബിൾ, വലിയ കംഫർട്ട് കുറയാത്ത രീതിയിൽ അത്യാവശ്യം പ്രൊഫൈലുള്ള ടയേഴ്സും കൊടുത്ത് പിന്നെ മെയിൻ ഇതിൻ്റെ അകത്ത് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 കാർ ആയതുകൊണ്ട് കുറച്ച് സ്ക്രാച്ചസും ഡെന്റസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫുൾ ക്ലിയർ ആണെന്ന് വെച്ചാൽ ആദ്യം പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഈ വണ്ടി പെട്ടെന്നൊരു ഷോക്ക് സ്പെക്ക് കാർ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു അട്രാക്ഷൻ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റാപ്പ് എവറിഡൻസിന്റെ റാപ്പ് സുപ്രീം സീരീസിലെ റാപ്പും അപ്പോൾ ഒരു ന്യൂ മോഡൽ ഷെയ്ഡാണ്. ഇവരുടെ പ്രീവിയസ് ജനറേഷൻ കളേഴ്സ് ഉണ്ട് ഈ കളറിൽ ഗ്രേയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കളറും കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പാർട്സ് പുറത്തുനിന്ന് സോഴ്സ് ചെയ്തു. ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 കാറാണ്, പ്രീ ഓൺഡ് കാറാണ്. മുമ്പത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുറവുകളും കാര്യങ്ങളും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ പഴക്കത്തിൻ്റെതായ കുറവുകൾ ഒരുപാട് കാര്യങ്ങൾ തീർത്ത് ഓരോന്നോരോന്ന് ബെറ്ററാക്കി അതിന് നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഈ റാപ്പും ഇത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷേ ആസ് എ BMW നമ്മൾ കുറച്ച് ചില പാർട്സുകൾക്ക് ഭയങ്കര കാശ് കുറവും, ചില ഇതിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രൈസും ആയിരിക്കും. ചിലത് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഇതിന് ഈ പ്രൈസ് ഉള്ളൂ എന്ന് വിചാരിക്കും. ബേസിക്കലി ഇതൊരു 3 സീരീസ് അല്ലേ? ബേസിക്കലി 3 സീരീസ് വിത്ത് ഹാച്ച് ബാക്ക് എന്നുള്ള ബാക്ക് ബൂട്ട് ഇല്ല കട്ടായിട്ടുള്ള ഹാച്ച് ബാക്ക് ഷേപ്പിൽ ഇരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് പിന്നെ ഇവിടുത്തെ ഈ സൈസ് വിൻഷീൽഡൊക്കെ ഇത്തിരി ചെറുതാണ്. അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. പക്ഷെ നമുക്കൊരു കോമ്പാക്റ്റ് ആയിട്ട് 3 സീരീസിന് വലുപ്പമില്ല, അത്രയും വെയിറ്റ് ഇല്ല. പിന്നെ റിയൽ വീൽ ഡ്രൈവ് കിട്ടും, ആ 3 സീരീസിന്റെ എഞ്ചിൻ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓടിക്കുമ്പോൾ ഉള്ളൊരു ടോട്ടൽ ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ആ ലുക്സിന്റെ നേരത്തെ പറഞ്ഞ മാതിരി ലുക്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഹെഡ്ലൈറ്റ് ടോപ്പ് എൻഡ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. നമ്മളിപ്പോൾ ദുബായിൽ നിന്നാണ് സോഴ്സ് ചെയ്തത്. ദുബായിൽ നിന്ന് നമ്മൾ യൂസ്ഡ് എടുത്ത്, കാരണം ഇതിന്റെ പുതിയതൊക്കെ അബവ് എനിക്ക് തോന്നുന്നു 2 lakhs പ്ലസ് കിടക്കും ഇത് രണ്ടെണ്ണം എടുത്തു വരുമ്പോൾ. നമുക്കപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ദുബായിൽ നിന്ന് ഫ്രണ്ട്സുകൾ സോഴ്സ് ചെയ്ത് തരും. ഇപ്പോൾ നല്ല ക്ലീൻ മോഡൽസ് ഇപ്പോൾ പറഞ്ഞ യൂസ്ഡ് അവിടുത്തെ. ഇപ്പോൾ എനിക്ക് ഈ മോഡലിന് കിട്ടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അത് അവിടുത്തെ ഒരു 140 അത് ദുബായിലെ വണ്ടിയല്ല, ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വണ്ടിയല്ല. അവർ 5 years കഴിഞ്ഞ ടാക്സ് അടക്കേണ്ട കാരണം കൊണ്ട് അവിടെ നിന്ന് വരുന്ന കാറുകൾ ഈ പറഞ്ഞ സ്ക്രാപ്പ് ചെയ്യും. അപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കധികം അതായത് 25,000 കിലോമീറ്റർ ഓടിയ 1 സീരീസ്. അപ്പോൾ 140i ആണ്, M140i പ്യൂർ. അതിൻ്റെ ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് എന്ന് പറയാം. അതിന്റെ ഏറ്റവും കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്ന വേണ്ട അതിന്റെ ഹെഡ് ലാമ്പ്സും ടെയിൽ ലാമ്പ്സും പിന്നെ ആ ഫ്രണ്ട് എൻഡ് വഴി സോഴ്സ് ചെയ്യുന്ന ഐലിറ്റ്സും അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ലൈക്ക് നമ്മളിപ്പോൾ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് അവരും നമുക്ക് പ്ലാൻ ചേഞ്ച് ആവും, അടുത്ത വണ്ടി എന്തെങ്കിലും എടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്
സ്വാഭാവികം. ഈ ഒരു കളറുമായിട്ട് കളറുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ കളറുമായിട്ട് മാച്ച് ചെയ്ത് ഇപ്പൊ ലൈക്ക് പുള്ളിയുടെ ഒരു പോളോ ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ പോളോ ഉണ്ട്. ആളും ഈ ഷെയ്ഡിന്റെ ഒരു സിമിലാരിറ്റി ഉള്ള വേറൊരു ഷെയ്ഡ് പോളോന് റാപ്പ് ചെയ്തിരുന്നു. ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ആയിട്ടുള്ള എവറിന്റെ തന്നെ റാപ്പ് എന്റെ പോളോയിലും ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇതിപ്പോ നമ്മളിപ്പോ RC-യിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇഷ്യൂസുകൾ ഉണ്ട്, പക്ഷെ ആൾക്കാർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ റാപ്പിന് പല രീതിയിലും പല ആൾക്കാർ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതിപ്പോ ഈ റാപ്പ് കാണാനുള്ള ഭംഗി നമ്മൾ അതേമാതിരി ശ്രദ്ധിക്കുകയും വേണം. ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില വർക്ക്ഷോപ്സിലാണ് മെയിനായിട്ട് ഇഷ്യൂസ് വരാറ്. നമ്മുടെ പെയിന്റിൽ സംഭവിക്കണ മാതിരി തന്നെ റാപ്പിലും സംഭവിക്കാം. അതായത് നമ്മുടെ വർക്ക്ഷോപ്പ് ടൂൾസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തെ പറ്റി ചോദിക്കാം. ഒരു റയർ കാർ സ്വന്തമാക്കുക എന്നുള്ളത്, വണ്ടി കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനുശേഷം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അടുത്ത ബുദ്ധിമുട്ട്. അപ്പം അതെങ്ങനെയാണ്? ഇപ്പം ത്രീ സീരീസിൻ്റെ കമ്പോണൻസ് ഒക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത് എന്ന് പറയുന്നു. അപ്പം എങ്ങനെ അത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? അതായത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ടുള്ള പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം ടു 3 സീരീസ് ആണ്. 320Dൻ്റെ സെയിം ഇതാണ്. ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ചില പാർട്സുകൾ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ എക്സ്റ്റീരിയർ വൈസും പിന്നെ ഇപ്പോൾ പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ വിൻഷീൽഡ് ഷേപ്പ് ബോഡി റിലേറ്റഡ് ഐറ്റംസ് ആണ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അത് എല്ലാ പാർട്സും BM-ൽ അവൈലബിൾ ആണ്. പക്ഷെ ചില പാർട്സ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പാർട്സ് നമ്മൾ ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ബോട്ടം താഴെ വരുന്ന ഗ്രില്ലുണ്ട്, അതോ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പുതിയത് സോഴ്സ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 7,000 രൂപ വന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന BMW ആണ് എബൌട്ട് 10-15 എബവ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ചില പാർട്സ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് വളരെ കുറവ്. ഇപ്പം ഇത് കുറവെന്ന് ലൈക്ക് ബാക്കിയുള്ള ജർമ്മൻ കാർസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷെ ചിലത് അതായത് ഇതൊക്കെ എന്ന് വെച്ചാൽ റെഗുലർലി ഡാമേജ് വന്ന് പോവാൻ ചാൻസ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് പ്രൈസ് പിന്നെയും റീസണബിൾ ആണ്. അതേസമയം ഇതിൻ്റെ പെട്ടെന്ന് പോവാത്ത ഡാമേജ് വരാത്ത പാർട്സുകൾക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല പാർട്സിൻ്റെ കോസ്റ്റും നമ്മൾ BMW എടുക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ ഇന്ന ഇത്രയും വിലയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ്സ് ഞാൻ നോക്കി, ഇപ്പോൾ ചെറിയ പഴക്കം വന്നതിൻ്റെ ഒരു ഫേഡിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോഗ് ലാമ്പ് പുതിയതാക്കിയാലോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഈ BMW വരുന്നത് 2 ഫോഗ് ലാമ്പ്സിന് മാത്രം, ഫോഗ് ലാമ്പ് മാത്രം 35,000 ആണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഈ പെയറിന് വരുന്നത്. അതേസമയം അറ്റ് എ ടൈം നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് പുറത്ത് ഇപ്പോൾ UK-ൽ അല്ലെങ്കിൽ വേറെ കൺട്രീസിനാണെങ്കിൽ ബിലോ 10,000 റുപ്പീസ് ഒരു 6,000-7,000 8,000 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫോഗ് ലാമ്പ് അതൊക്കെ നമുക്ക് ബൈ ഹാൻഡ് നമുക്ക് പുറത്തുനിന്ന് സോഴ്സ് ചെയ്യണമെങ്കിൽ സോഴ്സ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഹെഡ് ലാമ്പ്സും ടെയിൽ ലാമ്പ്സും ഒക്കെ ദുബായിൽ നിന്ന് ഞാൻ ബൈ ഹാൻഡാണ് നമുക്ക് കൊണ്ടുവന്നത്. അതിൽ കൂടുതൽ വെയിറ്റ് വരുന്ന സാധനങ്ങൾ വരുമ്പോഴാണ് ഷിപ്പിംഗ് ഡ്യൂട്ടി നമുക്ക് ഒരുപാട് ചിലവ്, എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ സ്വന്തം വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പാർട്സ് കൊണ്ടുവരുമ്പോൾ വേറെ ഒരു ഡ്യൂട്ടിയുടെ അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി നമുക്ക് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് അതേമാതിരി നമ്മൾ ചില പാർട്സുകൾ ഇപ്പം നമ്മൾ ഈ വണ്ടി ചെയ്ത് തുടങ്ങി ഇപ്പോൾ 3 സീരീസ് ആയാലും ഏത് BMW എന്ത് പാർട്സ് ആയാലും ഇപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ അതിൻ്റെ കമ്പനി സാധനങ്ങൾ അല്ലെങ്കിൽ ആ കമ്പനി ഫാക്ടറി മേക്ക് ചെയ്യണതിനോട് മീൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അത്രയും നല്ല കമ്പനിയുടെ പാർട്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക പിന്നീട് അതായത് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഷോക്സ് ചെറിയ വീക്കുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് 4 ഷോക്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് BMW സാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ് OEM വരുന്നത്. സെയിം സംഭവം തന്നെ നമുക്ക് പുറത്ത് OE കിട്ടാനുണ്ട്. OE കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഇപ്പം നമ്മൾ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാത്ത പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പലരും വണ്ടീനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നവരും പറഞ്ഞത് നമുക്ക് കമ്പനി സാധനം തന്നെ പുറത്ത് കിട്ടും. സെയിം ഇപ്പോൾ ആ കമ്പനിയുടെ സാധനം നമുക്ക് പുറത്ത് ഷോപ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. കാശ് കുറവിന് കിട്ടുന്നുണ്ട്. ആ കാശ് കുറവിന് കിട്ടുന്ന എല്ലാ സാധനവും കമ്പനിയായിട്ട് ഇതില്ല. അതായത് സാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ മോൺട്രോ എന്ന് പറഞ്ഞ പുറത്തെ ബ്രാൻഡ് ഉണ്ട്. അവർ ഒരുവിധം ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങി ഇന്ത്യൻ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഷോക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കമ്പനി കൊടുക്കുന്ന സെയിം സെറ്റപ്പിലല്ല അവർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മറ്റു വണ്ടികൾക്കും അതിനുള്ള നമുക്കത്
ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയുടെ കമ്പനി കൊടുത്തേക്കുന്ന സാക്സിന്റെ പെർഫോമൻസ് അല്ല ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് വന്ന സാക്സിന്. ഇപ്പം ഇതിന്റെ ഫ്രണ്ടിൽ സാക്സിന്റെ ഷോക്സ് അപ്ഗ്രേഡ് ചെയ്തേക്കണം. ഞാൻ ബിൽസ്റ്റീൻ ആണ് ചോദിച്ചത്, അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പോൾ റിയർ മാത്രം ബിൽസ്റ്റീനും കിട്ടി, ബിൽസ്റ്റീൻ B4 എന്ന് പറഞ്ഞ മോഡൽ കിട്ടി, ഫ്രണ്ട് സാക്സ് കിട്ടി. അതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ഈ സാക്സ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കമ്പനി ഉണ്ടാക്കുന്ന പുറത്തുണ്ടാക്കുന്നതും അതായത് കൺട്രീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കൺട്രിയിലും മേക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മോൺട്രോ എന്ന് പറഞ്ഞ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അത് പുറത്തത്തെ ആ കമ്പനി ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡൈനാമിക്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എനിക്ക് നല്ല ഇപ്പോൾ ഈ പല വണ്ടികളുടെയും കേസ് തന്നെയാണ്. ഈ പല കമ്പനികളും കോസ്റ്റ് കുറവിന് വേറെ കൺട്രീസിൽ ഉണ്ടാക്കും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായതാണ് ഇന്ത്യയിൽ നിന്ന് വേറെ കൺട്രിയിലേക്കും പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സാക്സ് മെയ്ഡ് ഇൻ സ്പെയിൻ വരുന്നുണ്ട്, പിന്നെ അങ്ങനെ പല കൺട്രീസ് ഡിഫറൻസ് വരുന്നുണ്ട്, പോർച്ചുഗൽ അങ്ങനെ ഏതൊക്കെയോ കൺട്രികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും, ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഓയും ഷോറൂമിൽ കിട്ടുന്നതായിരിക്കില്ല. അതേമാതിരി സ്ട്രട്ട് മൗണ്ട് ബെയറിങ്ങും കൂടി, അതായത് ഷോറൂമിൽ ഓൾമോസ്റ്റ് ഒരു പെയർ എനിക്ക് തോന്നുന്നു 30,000 അടുത്തുണ്ട്, 29,000 30,000. പുറത്തുനിന്ന് നമുക്കിത് ബിലോ 10,000 റുപ്പീസിന് കിട്ടും. പക്ഷെ അത് നമ്മളപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും കാശ് കളയേണ്ട നമ്മൾ വൺ ടൈം ട്രയലായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഒരിക്കലും ലാസ്റ്റ് വിത്തിൻ 2 months തന്നെ ഇതിൻ്റെ ബെയറിങ് പോയി നമുക്കൊരു ഇതില്ല. പിന്നെ അടുത്ത പാർട്സ് ഇപ്പോൾ നമ്മൾ ഏതർ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജർമ്മൻ പ്രൊഡക്ട്സ് തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഫെബി വിൽസിൻ അങ്ങനെയുള്ള നല്ല ഗുഡ് ബ്രാൻഡ്സിൻ്റെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ യൂസ്ഡ് ഇപ്പോൾ ഒരു BMW ഓൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയൊരു ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് വരണമെന്നൊന്നും നമുക്ക് അറിയില്ല. പൊതുവെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. ഈവൻ നമ്മൾ ഈ കാർ കൊണ്ട് പല ഗരാജസിലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഓരോ എക്സ്പെർട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോഴും ചിലവർ ട്രയലാണ്, ഇത് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ലൈക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് കസ്റ്റമർക്ക് ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് വിടണ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല പാർട്സ് നമുക്ക് ഷോറൂമിൽ തന്നെയാണ് ഏറ്റവും. പക്ഷെ ഷോറൂമിൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ നോട്ട് അഫോർഡബിൾ. കാരണം അവരുടേതായ ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര വലിയ ഷോറൂം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ലേബറും ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3,500 രൂപയുടെ സംഭവം മാറണമെങ്കിൽ 10,000 12,000 രൂപയുടെ ലേബർ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് 2 days വർക്കും കാര്യങ്ങളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സെയിം സംഭവം തന്നെ വാങ്ങണ വർക്ക്ഷോപ്സ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിൽ ചെയ്യണേലും ഞാൻ ചിലപ്പോൾ പ്രിഫർ ചെയ്യുക ഷോറൂമിലായിരിക്കും പ്രിഫർ ചെയ്യുക. എന്നാൽ ആ ഷോറൂമിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്സ് പുറത്ത് ചെയ്യണവരുണ്ടെങ്കിൽ അവിടെ ഞാൻ പ്രിഫർ ചെയ്യും. എന്നാൽ മൾട്ടി കാറുകൾ പണിതുകൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ ഒരു മാരുതി പണിയണ ഒരു മെക്കാനിക്കിന് ഇതിൽ BMW അയാൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഒരിക്കലും അത് ശരിയാവണമെന്നില്ല. അത് നമുക്കൊരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടി ഓൺ ചെയ്യണവർ പരമാവധി അത്രയും നല്ല ഗാരേജസിൽ അവിടുത്തെ ഏറ്റവും എക്സ്പെർട്ട് ടെക്നീഷ്യൻ ആരാന്ന് ചോദിച്ചറിഞ്ഞ് ഇന്ന കാര്യമാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കാം. ഇതിന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടാത്ത സൊല്യൂഷൻസ് ഇല്ല. അത്ര അധികം രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായാലും 3 series ആയാലും 5 series ആയാലും എടുക്കുമ്പോൾ എക്സ്പെൻസ് നമുക്കത് മീറ്റ് ചെയ്യപ്പോൾ ഒരു ഞങ്ങൾക്ക് പരസ്യങ്ങൾ ഇത് കാണുമ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ വളരെ ചീപ്പായിട്ട് 6-7-8 ലക്ഷം തൊട്ട് വണ്ടികൾ സ്റ്റാർട്ടിങ് കിട്ടാണ്ട്. പക്ഷേ 7-8 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്നത് ഇപ്പോൾ കുറേ പേരെ എടുത്ത അനുഭവം കൊണ്ട് അവർ പിന്നെ എടുക്കില്ല, നേരെ പോയിട്ട് ലോൺ ഇട്ട് പുതിയ കാറ് വാങ്ങുന്ന സിറ്റുവേഷനാണ്. കാരണം ഈ കാറിൽ ഇത്രയും രൂപയ്ക്ക് കിട്ടണതിൻ്റെ അല്ല, ഇത് കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചിലവാക്കിയതിന് ആക്ച്വലി കണക്കില്ല. ഓൾമോസ്റ്റ് കാറിൻ്റെ തൊട്ട് താഴെയുള്ള പ്രൈസ് തന്നെ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതുമ്പോൾ എക്സ്പെൻസ് ഓരോന്ന് മാറ്റി ചിലത് നമ്മൾ വീണ്ടും ഇതായില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്ട്രട്ട് മൗണ്ട് നമ്മൾക്കൊരു 10,000-12,000 രൂപ ചിലവ് വന്ന സാധനം പുറത്ത് മാർക്കറ്റിൽ വാങ്ങിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ സമയത്ത് കുഴപ്പമുണ്ടാവില്ല. ഈ പറഞ്ഞ ഗരാജുകാർ പറഞ്ഞു കുഴപ്പമില്ല, 1.5 മാസം കഴിഞ്ഞിട്ട് ഇനി ഇത് പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ചെന്നാലും വർക്ക്ഷോപ്പുകാർ അത് നിങ്ങളുടെ യൂസേജ് ആണെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോണ കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നോക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഴയ വണ്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് വരും. നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് ഒരു ഇത്ര എമൗണ്ട് ഇഷ്യൂസുകൾ ക്ലിയർ ചെയ്യാൻ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ എടുക്കുക. ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് സാധാരണ 20-30 ലക്ഷം രൂപയിൽ കിട്ടണ ഒരു വണ്ടിയിലും കിട്ടില്ല എന്ന് തന്നെ ഈ തരം. കാരണം അതിൻ്റെ ഒരു ഡ്രൈവിംഗ് പ്ലഷർ നമുക്കത് ഇഷ്യൂസ് സോർട്ട് ചെയ്തതിന് കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ
അത് ഓരോരുത്തരുടെ ഇതാണ്, അതിനുള്ള ടൈം കണ്ടെത്താൻ പറ്റുന്ന ആൾക്കാർ ഇന്നത്തെ ഇതിൽ ബുദ്ധിമുട്ടാണ്. ഓരോ വോക്കിന് പോകുമ്പോഴും ഇതിൻ്റെ പിന്നാലെ നടക്കാനും ഇതൊക്കെ ഇഷ്യൂസ് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ഒരു ഗരാജ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ഗരാജും അവരുടെ ടൈപ്പും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓൺ ചെയ്യുന്നതിൽ ഞാൻ ഫുള്ള് കോൺഫിഡൻസോടുകൂടി പറയും. അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ലോ ബഡ്ജറ്റിൽ കാറുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹരിയാന അല്ലെങ്കിൽ ഡൽഹി രജിസ്ട്രേഷൻ, MH രജിസ്ട്രേഷനും കാര്യങ്ങൾ വണ്ടികൾ മാർക്കറ്റിലേക്ക് വരുന്നു. BMW ഒരുപാട് വരുന്നു. 10 to 12 lakhs, 13 lakhs, 14 lakhs ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. എല്ലാവരും ഫേസ് ലിഫ്റ്റ് കൺവേർഷൻ ചെയ്യുന്നു. അതായത് വണ്ടി എടുക്കുന്നു, നേരെ ഇത് ചെയ്യുന്നു. നമ്മൾ ഓടിച്ചു നോക്കിയിട്ടില്ല എന്താണ് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് കണ്ടീഷൻസ്, കാര്യങ്ങൾ എല്ലാം ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് പലരും നോക്കാണ്ട്. ഇപ്പോൾ അങ്ങനെ ഈ മാർക്കറ്റ് ഓൾറെഡി ഡൽഹിയിൽ നിന്നുള്ള മാർക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള ചീപ്പറായിട്ട് കിട്ടുന്ന കാരണം കൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ലൈക്ക് നമ്മളൊരു BMW ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ ആ ഓണിങ്ങില്ല ഈ പറഞ്ഞ മാതിരി അതിന് ശേഷം ഇപ്പോൾ ചിലപ്പോൾ 10 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഈ വണ്ടി ഓടണം. അടുത്തൊരു കാറ്റഗറി ഉണ്ട്, ഇത്രയും രൂപയുടെ വണ്ടി നമ്മൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങിച്ചേക്കുന്നത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇനി ചിലപ്പോൾ ഒരു ഫർദർ ഒരു 5 to 6 lakhs എങ്കിലും നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾ വിചാരിക്കും മീൻസ് ചെറിയ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു മാരുതിയോ അല്ലെങ്കിൽ വേറെ ടയോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇഷ്യൂ മാത്രം സോർട്ട് ചെയ്ത് കൊണ്ടുനടക്കാം. ഇത് ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രം സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആ ഒരു സർക്കിളിൽ എല്ലാ സാധനങ്ങളും മാറേണ്ടി വരും. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാരണം അത് ഇപ്പോൾ പുറത്ത് വർക്ക്ഷോപ്പുകാരെ ഞാൻ കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ആ ഇഷ്യൂ മാത്രം സോർട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് താൽക്കാലികമായിട്ട് ആ പ്രശ്നം സോർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ തന്നുവിടും. പക്ഷേ ഇത് തീരില്ല. അതായത് ആ ഒരു ഇപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, ആ പഴക്കത്തിൻ്റെതായ കാര്യങ്ങളും കൂടി, ഇപ്പോൾ ഒരു വാട്ടർ പമ്പ് അതിൻ്റെ ഒരു കോമ്പിനേഷനുള്ള പൈപ്പ്, തെർമോസ്റ്റാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രോപ്പറായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഇഷ്യൂ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് പലവരുടെ മൈൻഡിലുണ്ടാവും ഇത് പണി തീരല്ലോ, പ്രശ്നമാണല്ലോ എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ഈ നല്ല ടെക്നീഷ്യന്മാർ അത് മൊത്തത്തിൽ മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് പറയണതിനുള്ളൊരു റീസണാണ്. അപ്പോൾ ബഡ്ജറ്റ് വെച്ച് നമ്മുടെ പ്ലാനും കാര്യങ്ങളും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ടു ബി ഫ്രാങ്ക്, സേഫ് സൈഡ് ഇങ്ങനത്തെ ഒരു വണ്ടി ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു എമൗണ്ടും നമ്മൾ മാറ്റി വയ്ക്കാൻ പറ്റണം. അല്ലാത്ത പക്ഷം ഇറ്റ്സ് ബെറ്റർ സേഫ് ടു ഒരു പുതിയ വെഹിക്കിൾ അല്ലെങ്കിൽ അങ്ങനെ. അതാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഉള്ളവർ എപ്പോഴും പുതിയ വെഹിക്കിൾ എടുക്കുന്നു. ഒരു 5 year 4 year 5 year അണ്ടർ വാറണ്ടി ഫുൾ പാക്കേജിൽ എടുക്കുന്നു. അത് കഴിയുമ്പോൾ അവർ കൊടുക്കുന്നു. കാരണം ഇനിയാണ് അടുത്ത ആൾക്കാണ് ഇനി ഇതിൻ്റെ പണികളൊക്കെ ഇനി വരാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു 70,000-80,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ജർമ്മൻ കാഴ്സ് നമ്മുടെ മാർക്കറ്റിൽ എഞ്ചിനല്ല പ്രശ്നം, ഇതിൻ്റെതായ നമ്മുടെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളും ഇതൊക്കെ വന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ തേയ്മാനങ്ങൾ വരുന്ന പല കാര്യങ്ങൾക്ക് പൈപ്പിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കമ്പനി സർവീസ് അല്ലാത്ത വെഹിക്കിൾക്ക് വരുന്ന ഇഷ്യൂസ് സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ് മേടിക്കുന്നതെങ്കിൽ ഒരു 2 lakhs 3 lakhs ഒരു എക്സ്ട്രാ മനസ്സിൽ കരുതിയിരിക്കണം. അതെ. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്നതിന് ശേഷം പല വണ്ടികൾ ഇപ്പോൾ MH ഡൽഹി വണ്ടികൾ 7 to 13 lakhs ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയുടെ കണ്ടീഷൻസ് അനുസരിച്ചാണ്. ഇപ്പോൾ പുറത്ത് ഇത് അല്ലെങ്കിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിക്കാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പറയുക. ഇപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടി, 7 രൂപയ്ക്ക് കിട്ടി എന്നുള്ളൊരു ഇത്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് ഉറപ്പാണ് എങ്ങനെ വന്നാലും ഒരു 7 ലക്ഷം 10 ലക്ഷത്തിലേക്ക് എത്തും എന്നുള്ളത് കാര്യം. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള എക്സ്പെൻസ് എന്തായാലും വരും. പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മേടിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് BMW ഓൺ ചെയ്ത് നടക്കാം, അല്ലെങ്കിൽ BMW ഇതിനെയല്ല പറയുന്നത്, അത്ര ഒരു കാറ്റഗറി ഓൺ ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മനസ്സ് വിഷമിക്കേണ്ടി വരും. അപ്പോൾ ആ ബഡ്ജറ്റ് വെച്ചിട്ട് എടുക്കുക. പക്ഷെ ഓടിക്കാൻ എനിഡേ ഇപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞ റെയിൽവേ ഡ്രൈവ് ഇങ്ങനത്തെ ഒരു വെഹിക്കിള് ഒരു കാരണം ഞാൻ മുമ്പ് ഓൺ ചെയ്തേക്കണ എൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകളെ വെച്ച് നോക്കുമ്പോഴും കംഫർട്ടിനുപരി ഒരു ലൈക്ക് ഒരു കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞ ഓടിക്കുന്ന ഡൈനാമിക്സും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട്. അതാണ് BMW ഒരു അപ്പാർട്ട് ഒരു എന്തോസിയാസ്റ്റുകൾക്ക് ഒരു ഫേവറേറ്റ് എന്നൊരു. അതെ ഹാച്ച് ബാക്ക് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഇവിടെ നാട്ടിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൊക്കെ ഇത് ഓൺ ചെയ്തേക്കണവർ ഞാൻ കണ്ടേക്കുന്നത് പ്രീമിയം കാസുകൾ ഓൾറെഡി ഉണ്ടാവും. അത് ഗരാജിലോ അല്ലെങ്കിൽ ലേഡീസിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് സിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ള പ്രിഫറൻസിലാണ് ഈ വണ്ടികൾ എടുത്തേക്കുന്നത് പൊതുവെ.
അപ്പം നല്ല ക്ലീൻ കാഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഓൺ ചെയ്യണതുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. വൈസ് ഇത് അഫോർഡബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രം ഇത് മെയിൻ്റെനൻസും കാര്യങ്ങളും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എത്ര ഇതായാലും ഈവൻ പുതിയ വെഹിക്കിൾസിന് ഒരു ഇഷ്യൂസ് വരുന്ന കാലമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് കാർസ് എടുക്കുമ്പോൾ എന്തായാലും അതിനൊരു മെയിൻ്റെനൻസ് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അത് ആ പ്രീവിയസ് ഓണർ മനഃപൂർവ്വം ആയിരിക്കുന്നില്ല, കൊടുത്ത് 4-ാം ദിവസം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇതായി ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴും ഉള്ളിൽ കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു വെഹിക്കിൾ. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇന്ന ബുഷുകൾ തേയ്മാനം വന്ന് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അത് പോയതിന് ശേഷം മാറ്റാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു കയറ്റി നമ്മൾ ചെയ്തു. പക്ഷെ തീരല്ല, ഒരുപാട് ടൈം എടുത്തു നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ. കാരണം എല്ലാവർക്കും മറ്റേ പ്ലേസ് നമ്മൾ എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞാലും അറ്റേ പ്ലേസ് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിലേസ് വരാം. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോയി അങ്ങോട്ട് മാറി അവൈലബിലിറ്റി അനുസരിച്ചാണ് പല സ്ഥലത്തും. അതിന് ഒരുപാട് ടൈം കണ്ടെത്താൻ പറ്റണം. അതെ, അത് സ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ ചെയ്ത് തരാമെന്ന് പറയുന്ന വർക്ക്ഷോപ്പിൽ എന്ത് പാർട്സ് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ആളോട് മാത്രമല്ല വേറെ ഇതിനെക്കുറിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലോടും കൂടി ചോദിക്കുക. പക്ഷെ എല്ലാവർക്കും ഇതെല്ലാം പറയാൻ പറ്റണമെന്നില്ല. ഞാനൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് പടി കിട്ടിയ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഇത് പറഞ്ഞ് ഓരോന്ന് പഠിച്ച് അങ്ങനെയാണ് വന്നേക്കുന്നത്. ഒറ്റയടിക്ക് എനിക്കറിയില്ല ഇത് ബെസ്റ്റ് ആയിരിക്കും ഫുൾ കോൺഫിഡൻസിൽ പല വർക്ക്ഷോപ്പും പറയും ഇത് കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇട്ടോ, നമ്മളെപ്പോഴും ചെയ്തു കൊടുക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5-2 മാസമാണ് മാക്സിമം ആ സ്ട്രട്ട് മൗണ്ട് ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ ലൈക്ക് അതിൻ്റെ ഒരു 10,000 രൂപ 12,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ OEM ഇടാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിനൊരു ലൈഫ് അവർ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ആ പ്രൈസ് ചാർജ് ചെയ്യണം. അതുകൊണ്ടാണ് 70,000-80,000 ഓടിയതിനു ശേഷമാണ് ഇഷ്യൂ വരുന്നെങ്കിൽ പുതിയ OEM ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം അത്രയും അതെ തന്നെ വീണ്ടും കിട്ടും. ഇതിപ്പോ ലൈക്ക് നമ്മളൊരു 3000 കിലോമീറ്റർ പോലും ഓടിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഇതിന്റെ ബെയറിങ് കാരണം അത്രയും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സ് ആണ്. ചൈനീസ് അല്ലെങ്കിൽ ഇപ്പൊ തൈവാൻ മേക്ക് പ്രൊഡക്ട്സ് ഒക്കെയാണ് മാർക്കറ്റിൽ കുറേയൊക്കെ വരുന്നത്. കാരണം ചിലത് കുഴപ്പമില്ലാണ്ട് കുറച്ച് നാൾ ഓടും, ചിലത് ഇതാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഷോറൂമിലാണെങ്കിൽ പല പാർട്സിനും ആ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഞാൻ ഷോറൂമിനെ ഫുൾ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇത് ചെയ്ത് പറയുന്നതല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോൾ എനിക്കറിയാവുന്ന ഇപ്പോൾ വോക്സ് വാഗൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡുകളായാലും ഷോറൂമിൽ വർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നല്ല മെക്കാനിക്സും ഉണ്ട്. അവർ അതിൽ എക്സ്പെർട്ടാണ്. ഇപ്പോൾ ഒരു മാരുതിയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഇന്നൊരു സംഭവം പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സംബന്ധിച്ച് എല്ലാ വണ്ടികളും ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽമാരുണ്ടാവും. പക്ഷെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പലതും ഇത് നോക്കിയാണ് കണ്ടുപിടിക്കുക. ആ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ മാതിരി കുറേ അനുഭവങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഷോറൂമിൽ നിന്ന് വർക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള വർക്ക്ഷോപ്പുകാർ BMW മാത്രമല്ല വേറെ ബ്രാൻഡുകളും കൊണ്ടുനടക്കുമ്പോൾ ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഇവിടെ നിന്നാലാണ് ഹാച്ച് ബാക്ക് ആണെന്ന് എടുത്തറിയാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കി ഒരു റൺ ചെയ്ത് വരുമ്പോൾ എന്തായാലും മനസ്സിലാവില്ല. കുറച്ച് റിയർ അതായത് BMW ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി മനസ്സിലാവും അതിന്റെ ഹെഡ്ലൈറ്റിന്റെ ഷേപ്പ് കാണുമ്പോൾ. ഇത് F20 എന്ന് പറഞ്ഞ പ്രീ LCI മോഡലാണ്. അപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് സൈസ് ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ ഈ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം കുറച്ചും കൂടെ ഒരു ചേഞ്ച് ഫ്രണ്ട് ലുക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ LCI വേർഷൻ കുറച്ചും കൂടി കാണാൻ ഭംഗിയാണ് ഫ്രണ്ടും ബാക്കും ഉള്ളത്. ഈ മോഡൽസ് ആണ് കൂടുതൽ മാർക്കറ്റിൽ. മറ്റേ മോഡൽസ് ഇറങ്ങിയപ്പോഴേക്കും വളരെ ലിമിറ്റഡ് മാർക്കറ്റ് ഉള്ളൂ LCI മോഡൽ. ആക്ച്വലി ഫീച്ചർ ഓറിയന്റഡും കുറച്ചും കൂടി നല്ലൊരു വെഹിക്കിളാണ് LCI മോഡൽ. കിട്ടാൻ ഈസി അല്ല നമ്മുടെ മാർക്കറ്റിൽ. പിന്നെ ഇത് ലൈക്ക് സ്റ്റിൽ എന്നാലും നല്ല നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു 3 സീരീസോ 5 സീരീസിനോ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യണ അത്രയും മോഡൽസ് പാർട്സ് ഒന്നും നമുക്ക് നാട്ടിൽ ഈ വണ്ടിക്ക് കിട്ടില്ല. ഇതിന് OEM പാർട്സ് തന്നെ കിട്ടുള്ളൂ. ഇതിന്റെ പുറത്തെ പാർട്സ് നമ്മൾ UK ന്നോ അല്ലെങ്കിൽ ദുബായിന്നോ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നമ്മൾ സോഴ്സ് ചെയ്യേണ്ടി വരും. വണ്ടി മാർക്കറ്റിൽ അധികം ഇല്ലാത്ത കൊണ്ട് ഇത് ചെയ്യണ ആൾക്കാരും കുറവാണ്. ഉള്ളവർ ജസ്റ്റ് അത് നോർമലി യൂസ് ചെയ്ത് കൊണ്ടെടുക്കാന്നല്ലാതെ മോഡിഫിക്കേഷൻ ചെയ്യണം. നാട്ടിലില്ല. ഓൾറെഡി ഇപ്പോൾ 3-ക്കും 5-ക്കും ഓൾറെഡി ഡൽഹി അല്ലെങ്കിൽ ഇന്ന മാർക്കറ്റിൽ ഒരുപാട് ഫേസ് ലിഫ്റ്റ് കൺവേർഷൻസും കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാം പല കമ്പനിക്കാരും ഈ പറഞ്ഞ പോലെ മേക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓരോന്നും ഓരോ ടൈമിലും അനുസരിച്ച് ഓരോ മോഡൽസ് കാര്യങ്ങൾ
ഇപ്പൊ ഈ മോഡലിനും പുറത്ത് വരുന്നുണ്ട് M2 കൺവേർഷൻ കിറ്റ്. നമ്മുടെ നാട്ടിലേക്കും സോഴ്സ് ചെയ്യാൻ പറ്റും. ഞാൻ അന്വേഷിച്ചിരുന്നു ഇതിന്റെ കൺവേർട്ട് ചെയ്യാൻ. ഫ്രണ്ട് സെയിം M2 ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ അതിൽ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 2 to 2.5 lakhs വേണ്ടി വരും ജസ്റ്റ് ഹെഡ് ലാമ്പ്സിനും ബമ്പേഴ്സിനും. ഇവിടുത്തെ ഡീലർമാര് ഷിപ്പ് ചെയ്ത് വരുത്തിക്കാനുള്ള റേറ്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അത്രയും കൊടുത്ത് ചെയ്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഒരു തട്ടയോ മുട്ടയോ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ നമുക്ക് അത് ബെയർ ചെയ്യാനും പറ്റില്ല, പെട്ടെന്ന് കിട്ടുകയില്ല. അതിനുള്ള റിസ്ക് ഉണ്ട്, ടൈമും പിടിക്കും ഇത് എത്താനായിട്ട്. 3-4 months വെയിറ്റ് ചെയ്തിട്ടിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് അത്രയും മനസ്സിലായി, നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ ഇതിന്റെ OEM ബമ്പേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3-ക്കും 5-നാണെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് അടുത്ത കിറ്റ് വേഗം വാങ്ങിച്ചു വെച്ച് നമുക്ക് വീണ്ടും വണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ഇതില് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. സോ നമ്മൾ BMW 1 സീരീസിന്റെ ഇന്റീരിയറിലോട്ട് വന്നു. നമ്മൾ നേരത്തെ ഉള്ള ലൊക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്യുക. ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഫ്രെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്റീരിയർ ഒന്ന് ഇത്തരം ഒരു പെർഫോമൻസ് കാർ ആകുമ്പോൾ, പ്യുവർ പെർഫോമൻസ് കാർ എന്നല്ല നമ്മൾ പറഞ്ഞത്, എങ്കിലും ഒരു എന്തൂസിയാസ് കാർ ആകുമ്പോൾ നമുക്ക് അത് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അതിന്റെ ഇന്റീരിയർ ഡ്രൈവ് ക്വാളിറ്റി ഒക്കെയാണ്, അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇന്റീരിയർ എങ്ങനെയുണ്ട്, ഇതിന്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ബ്രോ എങ്ങനെ ഫീൽ ചെയ്യുന്നു? നമ്മൾ ഡ്രൈവ് എക്സ്പീരിയൻസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുവരെ. അതിന്റെ ഇതിപ്പോ കസ്റ്റമർക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇപ്പോ നമ്മൾ ഇതിന്റെ അകത്ത് ആകെ ചേഞ്ച് വരുത്തിയേക്കുന്നത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. അതായത് ഇതിന്റെ ചെറിയ സ്ക്രീനാണ് ഇതിൽ വന്നിരുന്നത്. അപ്പോ നമുക്കത് വന്നിരുന്നപ്പോ അതിന്റെ പഴക്കം അനുസരിച്ച് സ്ക്രീനൊക്കെ ഇത്തിരി ഫേഡ് ആവാൻ തുടങ്ങി. ചെറിയ സ്ക്രീൻ ഇത്ര ഉണ്ടാവുള്ളൂ, സ്ക്രീനിൽ ടച്ച് അല്ലായിരുന്നു. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് 2014 ഇതിന്റെ അകത്ത് ബ്ലൂടൂത്ത് ഉണ്ട് ഡിവൈസ്. നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും, പക്ഷെ നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റില്ല. അത് അവരന്ന് കൊടുത്തിരുന്ന വെച്ച് കഴിഞ്ഞാൽ അത് 3-ക്കും ഇല്ല. അത് കഴിഞ്ഞ് 5 സീരീസ് തൊട്ടാണ് അതിന്റെ ഫീച്ചേഴ്സ് 3-ക്കില്ലായിരുന്നു. പിന്നീട് വന്ന മോഡൽസിനാണ് ഉണ്ടായിരുന്നത് 2014. അപ്പൊ നമുക്ക് ഫോണിൽ ബ്ലൂടൂത്തിൽ സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇപ്പോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആൻഡ്രോയിഡ് ആണ്. ഒരു 60 to 65 റേഞ്ച് ആണ് അതിന്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത്. എല്ലാം ഉണ്ട്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് മെനു ചെയ്യാം, ടച്ച് ഉണ്ട്. അതെ, ഇത് മെയിൻലി മെയ്ഡ് ഫോർ BMW ആണ്. അതിനുള്ള കാര്യങ്ങളാണ് അതിന്റെ അകത്തേക്കുള്ള. ഇപ്പോ എന്താ പറയാ, കാർ റിലേറ്റഡ് മീൻസ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോർമലി കമ്പനി പ്ലെയറിൽ വരുന്ന കാര്യങ്ങള് ഇതിന്റെ ആപ്സും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിൽ വരുന്ന പോലെ എല്ലാ ആപ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് BMW പുതിയ മോഡൽസിൽ വരുന്ന മാതിരി ഡാഷ്ബോർഡിന്റെ ഇതും അതിന്റെ അകത്ത് വെക്കാം. RPM മീറ്റർ, അതെ, കിലോമീറ്റർ സ്പീഡ് എത്രയല്ല പോണെന്നൊക്കെ ഉള്ളത് കാണിക്കും. ഇറങ്ങിയപ്പം ഇതൊന്നും ഒരു എസെൻഷ്യൽ കാര്യം അല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ കൊടുത്തിരുന്നില്ല. ഇപ്പൊ ഏതായാലും ഇതൊക്കെ ഇല്ലാതെ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി. അത് വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ ഒരു പുതുമ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ നമുക്കൊരു പഴയ വണ്ടി എടുത്തു എന്നൊരു തോന്നലും വരേണ്ട കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യുമ്പോ ഇപ്പൊ നെക്സ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യാന്ന് വെച്ചിരുന്നത് ഇതിന്റെ സ്റ്റിയറിംഗ് പഴയ മോഡലാണ്. നമുക്കിത് പുതിയ F30 3 സീരീസ് F30 എന്ന് പറഞ്ഞ മോഡലിന്റെ M സ്പോർട്ടിന്റെ സ്റ്റിയറിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ്സ് ഒക്കെ വരുന്നുണ്ട് മാർക്കറ്റില്. അപ്പോ അതും ഒരു തോട്ടിലുണ്ട് ഈ നിലവില് കാറില്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ അകത്ത് ഇതിന്റെ ഡ്രൈവിംഗ് പ്ലഷറിന്റെ കാര്യം പറഞ്ഞത്, നമുക്ക് ഒന്ന് ഒരു ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ട് BMWകൾക്ക്. ആ സ്റ്റിഫ്നെസ് ആണ് ഇതിന്റെ ഒരു ഫൺ ഫാക്ടർ. നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ബോഡി റോള് കുറവാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്ക് ഈ ബ്രിഡ്ജിന്റെ ഇതിലൊക്കെ കയറുമ്പോൾ ചെറിയൊരു ഇമ്പാക്ട് കിട്ടുന്നുണ്ടാവും. അത് ഞാൻ റിയറിൽ ഞാൻ പറഞ്ഞല്ലോ ബിൽസ്റ്റീന കിടക്കുന്നത്. അപ്പോ ഈ ആഫ്റ്റർ മാർക്കറ്റ് ഇപ്പൊ ഇതിന്റെ കമ്പനി പറഞ്ഞ ഷോക്സ് ആക്ച്വലി അത്യാവശ്യം സ്റ്റിഫർ ആണ്. എന്നാ ഇപ്പോ ഇതിന്റെ അകത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന സാക്സ് ആഫ്റ്റർ മാർക്കറ്റ് വന്നേക്കുന്നത് അതിനേൽ സോഫ്റ്റർ ആണ്. അത് ഓരോ കൺട്രി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാനുഫാക്ചർ ചെയ്യുന്ന കൺട്രി അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റേതായ കുറവുകളുണ്ടോ. അപ്പോ
ആക്ച്വലി കംഫർട്ടബിൾ ആണ്, പക്ഷെ ഇതിന്റെ ഡൈനാമിക്സ് ഒരു പൊടിക്ക് കുറഞ്ഞ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഒരു പോയിന്റിൽ നല്ലതാണ്. പിന്നെ ഇപ്പൊ റിയറിൽ ബിൽസ്റ്റീൻ കിടക്കുമ്പോ നമുക്ക് ടേൺസ് ഒക്കെ വരുമ്പോ നമുക്കൊരു കോൺഫിഡൻസും ഉണ്ട് അതിന്റെ അകത്ത്. രസമാണ് ആക്ച്വലി. അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്നത് പിന്നെ ഇന്റീരിയറിൽ വേറെ നമ്മൾ ഈ ആംബിയൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് നമുക്ക് ആംബിയൻ ലൈറ്റ് ഒരുപാടായിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കായിരുന്നു, പക്ഷെ നമ്മൾ കൊടുത്തില്ല. ഓൺലി 4 ഡോസിൽ കൊടുത്തു മാത്രം. ഇപ്പൊ ഓൾമോസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാം. ഫോൺ ആപ്പിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ഇടാം. നമ്മളിപ്പോ ഇന്റീരിയറിൽ ഒരു റെഡ് ഓറഞ്ച് തീം ആയിട്ട് ഒരു കളർ ആയത് കാരണം കൊണ്ട് അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു കളറാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പല സ്ഥലങ്ങളിലൊക്കെ, പക്ഷെ അതൊക്കെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഡൺ ആയിട്ട് തോന്നും. ഇപ്പൊ പലർക്കും ഇത് ഇൻബിൽറ്റ് വന്നതാണോ എന്ന് വരെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട്. അതെ, ആംബിയൻ ലൈറ്റ് ഈ മോഡൽ ഡെഫിനറ്റ്ലി 2014 കാസിലൊന്നും ഇല്ല, പിന്നീട് വന്ന വെഹിക്കിൾസിലുള്ളൂ. അപ്പൊ നമുക്ക് ചെറിയ ഏത് വണ്ടിയിലും വേണമെങ്കിൽ നമുക്ക് ഒരു ഓൾട്ടോയിൽ വേണമെങ്കിൽ ഒരു ആംബിയൻ ലൈറ്റ്, അത് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതിപ്പോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ അകത്തൊരു നൈറ്റ് ഒക്കെ ഒരു കയറുമ്പോ ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ. ഇത് സൺറൂഫും ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല വെയിലുള്ള കാര്യം കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, ഒരു പോകുമ്പോ ഒരു ആക്ച്വലി നൈസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റില് 2 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞത് മൈൻഡില് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് ഇങ്ങനത്തെ ഒരു വണ്ടി ഓൺ ചെയ്ത് ഇതിൽ നടക്കുന്ന കംഫർട്ടും ഫീൽ ഇതൊക്കെ ഗുഡ് ആണ്. നമ്മള് ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ സൈഡ് ഇഷ്യൂസ് കാര്യങ്ങൾ മാത്രം അത് നിങ്ങള് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. പക്ഷെ ഈ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും നിങ്ങൾ ഞാനത്തെ ന്യൂ ജനറേഷൻ 10-30 ലക്ഷം വരെയുള്ള ഒരു വണ്ടിക്ക് കിട്ടില്ല. അത് കിട്ടില്ല. നമുക്ക് അതിനോട് രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത്ര എമൗണ്ട് പോലും ഇതിൽ വേണ്ടി വരില്ല. പക്ഷെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലർ ക്യാഷ് ഉണ്ടാവും, ടൈം ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരെ ഞാൻ പറഞ്ഞ മാതിരി ഓരോരുത്തർക്ക് അത്രയും ട്രസ്റ്റബിളും അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാരെങ്കിലും കാർ റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ കമ്പനീസ് ഗരാജസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് വർക്കുള്ളവർക്ക് ഇതിന്റെ പിന്നിൽ നടക്കാനും ടൈം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ടൈം കണ്ടെത്താൻ പറ്റുന്ന ആൾക്കാർ പതുക്കെ പതുക്കെ അവരെ സെക്കൻഡറി തേർഡ് ഓപ്ഷൻ കാറായിട്ടോ അങ്ങനെ ഒരു രീതിയിൽ ഇടാൻ പറ്റണം. ഒരു സെക്കൻഡറി ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊരു ഓപ്ഷനാണ്. ആഗ്രഹിച്ച് വാങ്ങുന്നവർക്ക് ഇതിന്റെ ഒരു ടോട്ടലി ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഈ 1 സീരീസ് തന്നെ ഞാൻ പ്രിഫർ ചെയ്യാൻ പറയില്ല, കാരണം അവൈലബിലിറ്റി കുറവുള്ള കാരണം അറ്റ്ലീസ്റ്റ് ഒരു 3 സീരീസ് എനിക്ക് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ 3 സീരീസ് ആണെങ്കിലും 1 സീരീസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെക്കാനിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ യൂസ്ഡ് പാർട്സ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഒക്കെ കുറച്ചും കൂടി ഈസിയർ ആണ്. അതായത് ഇപ്പോ ഒരുപാട് ആക്സിഡന്റ് കാറുകളും 3 സീരീസ് അത്യാവശ്യം നല്ലോണം ഇറങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് പാർട്സ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാവും. 3 സീരീസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള. അഫോർഡബിൾ അല്ല, 3 സീരീസ് ആണ് എന്റെ അഭിപ്രായത്തിൽ 1-നേലും. കാരണം ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇപ്പൊ ഒരു ഇഷ്യൂ വന്ന് ചിലതിപ്പോ ബാക്ക് ആക്സിഡന്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആയിട്ടുള്ള വെഹിക്കിൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് യൂസ്ഡ് എടുക്കാം. കാരണം പുതിയത് പോയി വാങ്ങാന്ന് പറയുന്നത് ഒരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. കാരണം നമുക്ക് നമ്മളായാലും ചിന്തിക്കും ഒരു 10-15 ലക്ഷം രൂപയുടെ വണ്ടിയില് ചിലപ്പോ 1 ലക്ഷം രൂപയുടെ സാധനം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ സാധനം പെട്ടെന്ന് മാറ്റേണ്ടി വരുമ്പോ അത് ചിലപ്പോ നമുക്ക് പോയതിന് ചിലപ്പോ ഒരു 20,000-30,000 രൂപയ്ക്ക് ഈ ആക്സിഡന്റ് വണ്ടികളിൽ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യാനും പറ്റും. പക്ഷെ മെക്കാനിക്കൽ സൈഡിൽ പോകുമ്പോൾ പരമാവധി പുതിയ പാർട്സ് ഇടാനായിട്ട് ശ്രമിക്കുക. അതിൽ യൂസ്ഡ് കാര്യങ്ങളും ഒന്നും ഇത് ചെയ്യാൻ പറ്റാന്ന് നോക്കാതിരിക്കുക. കാരണം യൂസ്ഡ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അതിന് യൂസ്ഡ് ഇട്ടാലും പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ മാത്രം നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് അവിടുന്ന് എടുക്കാം. നമ്മൾ പറഞ്ഞ വണ്ടിയുടെ പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് കാണിക്കണ്ടേ അല്ലേ? പെർഫോമൻസ് ലൈക്ക് ഇത് ഇപ്പോ റൈറ്റ് നൗ സ്റ്റോക്ക് എന്താ പറയാ ECU റീമാപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇതിന്റെ ഇപ്പോ ഞങ്ങൾ മെക്കാനിക്കൽ എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് അടുത്ത ലാസ്റ്റ് മൊമെന്റ് നോക്കിയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇതിപ്പോ ഓൾമോസ്റ്റ് 1 lakh കിലോമീറ്റേഴ്സിന്റെ അടുത്തായി നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞപ്പോ 90,000 കിലോമീറ്റർ ആയിരുന്നു. പിന്നെ ഇതില് 3 സീരീസിൽ വരുന്ന പോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എക്കോ മോഡ് ഉണ്ട്. ഇപ്പൊ നോർമൽ മോഡിലാണ് നമ്മളിപ്പോ എത്രയേറെ റൺ ചെയ്തോണ്ട്. എക്കോ മോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യന്റ് ആയിരിക്കും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ ഇപ്പൊ എക്കോ പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇട്ടേക്കാണ്. അപ്പൊ കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ആയിട്ട്
ഇപ്പൊ നോർമലും എക്കോം കുറച്ചും കൂടി ഇത് ഇപ്പൊ ഫാമിലി ഇപ്പൊ ഒരു ഫാമിലി ഡ്രൈവ് അങ്ങനെയൊക്കെ ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ഒരു ഫീലിംഗ് ഉണ്ടാവും. മറ്റേ സ്പോർട്ടിൽ ഇടുമ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു അഗ്രസീവ് മോഡിലാണ് അങ്ങനെ. അതെ 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 അങ്ങനെ നിൽക്കും. ഇപ്പൊ സ്പോർട്ട് ഉണ്ട്, സ്പോർട്ട് പ്ലസും ഉണ്ട്. ചില മോഡൽസിൽ അങ്ങനെ വന്നിട്ടില്ല. ഇതിപ്പോ സ്പോർട്ട് പ്ലസും ഓപ്ഷൻ ഉണ്ട്. സ്പോർട്ട് പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്ഷൻ ഓഫ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്പോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം എൻജോയബിൾ ആണ്. ഇപ്പൊ പവർ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഓവർ സ്പീഡ് ചെയ്യാനുള്ള റോഡ്സ് അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചത്. നമുക്ക് ഇവിടെ സ്പീഡ് ലിമിറ്റ് 90-100 വരെ ഉള്ളൂ. ചില റോഡ്സിൽ 60 വരെ ഉള്ളൂ. അപ്പൊ ഡിപ്പെൻസ് ആണ്. അതെ, അപ്പോ എന്നാലും അതിന്റെ ഒരു ഫൺ ഫാക്ടർ ഒരു ഇതാണ് നമുക്ക് രീതിയിലിപ്പോ. നമ്മുടെ ഇവിടെയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഹൈവേസിലാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അതെ, പിന്നെ നല്ല കേർവ്സ് ഉള്ള നല്ല റബ്ബറൈസ്ഡ് റോഡ്സിലും നമുക്ക് എൻജോയബിൾ ആണ്. അതെ, പോകാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയാ, എസ്പെഷ്യലി ഈ എന്താ പറയാ, ഇനി നമുക്ക് ഇതിന് ഒരുപാട് അപ്ഗ്രേഡിങ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ വണ്ടി ഇപ്പൊ നമ്മള് മെക്കാനിക്കൽ അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ സോർട്ട് ചെയ്ത് ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ സൈഡിലേക്ക് പോവാം. ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് ഒരു BMCന്റെ ഫിൽറ്ററും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്റ്റേജ് 1 റീമാപ്പും കാര്യങ്ങളൊക്കെയാണ്. അതെ അതെ, അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ. അത് ഈ മെക്കാനിക് സൈഡുകളൊക്കെ ഇഷ്യൂസുകളൊക്കെ സോർട്ട് ചെയ്ത് ഇതാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലായിരുന്നു. സസ്പെൻഷനും ഈ പറഞ്ഞ ബ്രേക്സും അപ്ഗ്രേഡ് ഒക്കെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ ഇത് ബിയോണ്ട് ബഡ്ജറ്റ് നമ്മുടെ അതർ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നു. ഓൾറെഡി നമ്മൾ ഷോക്സ് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടിയത് സാക്സും ബിൽസ്റ്റീനും വിട്ടു. പിന്നെ ഇച്ചിരിയും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് സസ്പെൻഷൻ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോ അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതെ അതെ അതെ, ഇരിപ്പുണ്ട്. അപ്പോ എന്തായാലും അത് അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന വിചാരിക്കുക. എന്തായാലും അപ്പോ ഇത് കുറച്ചും കൂടി ഇപ്പൊ ഇതില് ഈ കാറിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്, ഈ പറഞ്ഞ കംഫർട്ടബിൾ ആണ്, ഒരു പീസ് ഓഫ് മൈൻഡിൽ ഓടിക്കാം. ട്രാഫിക്കില് ഫാമിലി ആയിട്ട് പോകുമ്പോ കുഴപ്പമൊന്നുമില്ല. ആ കൂടി ഇപ്പൊ ഭയങ്കര ടോൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പത്തെ ജനറേഷൻ എല്ലാവരും മെയിൻലി SUVസും ടോൾ ബോയ് അങ്ങനത്തെ വെഹിക്കിൾസിലേക്കാണ് പ്രിഫറൻസ് ഉള്ളത്. ഇത് കുറച്ച് ലോ ഡൗൺ ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഒരുപാട് 6 ഫീറ്റ് ഒരു ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇച്ചിരി ടഫ് ആയിരിക്കും ഈ വെഹിക്കിള്. 5-9 ആ റേഞ്ച്. അപ്പോ ലൈക്ക് കുഴപ്പമില്ല, പക്ഷെ മാനേജബിൾ ആണ്. പക്ഷെ വൺസ് നമ്മള് ഇതിന്റെ ഫീൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ഫീൽ തന്നെയാണ് ഇതിന്റെ ഒക്കെ ഒരു BMന്റെ ഒക്കെ ഒരു ബെസ്റ്റ് ഫാക്ടർ. അത് നമുക്ക് ഈ പറഞ്ഞ വാഗിൽ അത്രയും കിട്ടില്ല. ഈവൻ ഓഡി മെഴ്സീസ് ആയാലും, മെഴ്സീസ് ഒക്കെ കുറച്ചും കൂടി എന്താ പറയാ പക്ക കംഫർട്ട് ഓറിയന്റഡ് ആ ഒരു ടൈപ്പ് ആണ്. A ക്ലാസ് അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഈ ഒരു ഫൺ എന്തായാലും കിട്ടില്ല. ലുക്സ് വൈസ് ഒരു ഹെഡാണ് A ക്ലാസ്. നമുക്ക് എൻ്റെ ഒരു പ്രിഫറൻസിലും ഈ പറഞ്ഞ മാതിരി A ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ടൊരു ഫീല്. ഇപ്പൊ അതായത് ഇപ്പൊ A180, A200, A180 പെട്രോൾ. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു വെഹിക്കിൾ ആയിരുന്നു A180 പെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള വെഹിക്കിള്. A180 പെട്രോൾ അത്രയും എഞ്ചിൻ പൊട്ടൻഷ്യൽ ഇല്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു സ്റ്റേജ് 2 റീമാപ്പും ഒരു എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സൗണ്ട്സ് ഗുഡ്. ഒരു കുട്ടി ഒരു കുഞ്ഞ് MGന്റെ മാതിരി ആ ഒരു ഇത് കിട്ടും. കാണാനും കുറച്ച് ക്യൂട്ടാണെന്നും ഭംഗിയാണ്. അപ്പോ പലരും ഇപ്പൊ അവോയ്ഡ് ചെയ്യണ വെഹിക്കിൾസ് ഇപ്പൊ ഈ ചെറിയ ബഡ്ജറ്റ് കിട്ടുന്ന നമുക്ക് ഭംഗിയാക്കി ഇതാക്കി എടുക്കാൻ പറ്റും. അതില് ഏറ്റവും
സ്റ്റാർട്ടിങ്ങിലുള്ള ഏറ്റവും സേഫർ സൈഡ് നോക്കുമ്പോൾ ഇതാണ് ഒന്ന് എ ക്ലാസും ഒന്ന് 3 സീരീസും എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കി പിന്നെ കുറച്ചും കൂടെ മേളിലേക്ക് പോകുന്തോറും ഇപ്പോൾ 5 സീരീസും അല്ലെങ്കിൽ 7 സീരീസോ അല്ലെങ്കിൽ എസ് ക്ലാസ്സോ അങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് 12 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഇതിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി അതേപോലെ തന്നെ എമൗണ്ട് ഉണ്ടാവും. വേറെ രീതിയിൽ അത്രയും പ്രൈസുകൾ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ എടുക്കാൻ ആൾക്കാർ കുറവും. ഈ പറഞ്ഞ മാതിരി മാർക്കറ്റിൽ ഇത്രയും പ്രൈസ് കുറഞ്ഞ ഇതിലേക്ക് വരുന്നതും. അല്ലെങ്കിൽ ഇത്ര ഡൽഹിയിൽ തന്നെ അവിടുത്തെ എന്തോ ആൾക്കാർക്ക് വാങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടുന്ന് ആൾക്കാർക്ക്. പിന്നെ ഈ ഇയറിന്റെയും ഇഷ്യൂസും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും അപ്ഗ്രേഡ് ചെയ്ത് പോവുള്ളൂ. പക്ഷെ നമുക്ക് ഓൺ ചെയ്യണം, അതിന്റെ ഫീൽ അറിയണം. അത് പലർക്കും ഒരു ആഗ്രഹമായിരിക്കും. വൺ സീരീസ് അറിയാവുന്നവര് ജസ്റ്റ് നോക്കും. അതായത് ചിലപ്പോൾ ചിലവര് സൂക്ഷിച്ച് നോക്കുക, ഇത് മറ്റേ വോക്സ്വാഗൻ പോളോ സ്വിഫ്റ്റ് എന്തെങ്കിലും ആണോ, എംബളം മാറ്റി വെച്ചേക്കണോ എന്നൊരു കൺഫ്യൂഷനിൽ ചിലവര് നോക്കണവരുണ്ട്. പിന്നെ അതായത് അതെ, അപ്പൊ ഈ പറഞ്ഞ 1 സീരീസ് കാണുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചിലവര് നോക്കിയിട്ട് BMW ഇതിപ്പോ അധികം റോട്ടിലില്ലല്ലോ എന്നുള്ളൂ. ഇപ്പൊ 3ഉം 5ഉം ഒക്കെ റെഗുലർലി ആൾക്കാർ കാണും. അപ്പോ ഇത് 1 സീരീസ് അധികം കാണാത്ത കാരണം കൊണ്ട് കുറച്ചൊന്ന് ജസ്റ്റ് നോക്കും. അതെ, ഒരു ടൈപ്പ് ആണ്, ഒരു സ്ക്വയർ ഷേപ്പ്. പിന്നീട് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ നോക്കും. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ റാപ്പും ഇത് വരുമ്പോ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഉണ്ട്. വണ്ടിയിൽ കാണുമ്പോ ആൾക്കാരൊന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കും, ഇത് BMW ഇങ്ങനെ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട്, ഏത് ഇയറിൽ വന്ന. ചിലവർ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കും, നോക്കും. പിന്നെ വീൽസ് ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു മോഡല് വന്നിട്ടുണ്ടോ. കാരണം ഞാൻ സെൻട്രൽ ലോഗോ 18 ഇഞ്ച് സെൻട്രൽ ലോഗോ ഒക്കെ ഞാൻ BMW ലോഗോ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന ആൾക്കാർ നോക്കാറുണ്ട്. അതെ ചിലവർ വന്ന് ചോദിക്കുകയും ചെയ്യും. അതായത് പിന്നെ ശരിക്കും കാറിന്റെ ഫീലുള്ള എന്തോസിയാസ്റ്റുകൾക്ക് അറിയാം ഇതൊരു അങ്ങനത്തെ ഒരു എൻജോയബിൾ ഒരു കാറാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നേക്കണം. പുറത്ത് ഇത് കോമൺ ആയിട്ട് അവിടെ ഇഷ്ടംമാതിരി കാണാം. ലേഡി യൂസ് ഏറ്റവും കൂടുതലും എബ്രോഡ് പോകുമ്പോ നമുക്ക് ഇത് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ പലരും വന്ന് അതെ അപ്പൊ നോക്കുമ്പോ അതായത് ഒരു BMW പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വൈഫിന്റെ സിസ്റ്റർ ഇവിടെ മലേഷ്യയിൽ യൂസ് ചെയ്തിരുന്ന ഈ 1 സീരീസ് തന്നെയാണ്. കാരണം അവർ ആ സമയത്ത് എ ക്ലാസ് ഇതൊക്കെ പോയി നോക്കിയിട്ട് ഞാനും അന്നും ലുക്സ് വൈസ് വെച്ച് ഫാമിലിയിൽ ബാക്കി ആൾക്കാർക്ക് ഇതിനോട് വലിയ പ്രിഫറൻസ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ന്യൂ കാർ പോയി വാങ്ങണത്. അവരെന്തുകൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് BMW പൊതുവെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ അവർക്കുള്ള കോമ്പാക്ട് സൈസിലും ഓടിച്ചിട്ട് ഇഷ്ടമായതും ഈ 1 സീരീസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് 1 സീരീസ് പ്രിഫറൻസ് വെച്ച് വാങ്ങിച്ചത്. അപ്പോ ലൈക്ക് ഫാമിലി പാരന്റ്സ് ഒക്കെ പറഞ്ഞു ഇത്രയും കാശ് കൊടുത്തിട്ടുള്ള വെഹിക്കിൾ ഇല്ല എന്നുള്ള രീതിയിൽ. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും കാഴ്ചപ്പാടിൽ ഈ 10-40 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുള്ള 30-40 ലക്ഷം ബിറ്റ്വീൻ വരുന്ന വെഹിക്കിളിന് നമുക്ക് നമ്മുടെ കണ്ണിൽ ഇത്രയും രൂപയ്ക്കുള്ള വണ്ടിയായിട്ട് ഇപ്പൊ എനിക്കായാലും പുതിയതായാലും പ്രിഫറൻസ് ഒരു തോന്നില്ല. കുറച്ചും കൂടി കാശ് കൂട്ടി അടുത്ത സ്റ്റെപ്പ് ഒന്നും കൂടി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒന്നും കൂടി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 15 lakhs മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ 3 സീരീസ് അല്ല കിട്ടും സെഡാൻ കിട്ടും, വേറെ പ്രീമിയം കാർസ് ബ്രാൻഡ്സിലോട്ട്. അതെ, അപ്പൊ 3 സീരീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഹാച്ച് ബാക്ക് മതി. 3 സീരീസ് ഇപ്പൊ ചെയ്യാനുള്ളവരൊക്കെ ഒരുപാട് നമ്മളെ മോഡിഫിക്കേഷൻ്റെ കാണാൻ ഭംഗി കൂട്ടാനുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നാലും സ്റ്റിൽ അത് അങ്ങനെ ഒരു മൈൻഡിലും വെക്കുക. ഇതാകുമ്പോ യൂണീക്ക് ആയിട്ട് 1 സീരീസ് ഹാച്ച് ബാക്ക് ആയത് കാരണം കൊണ്ട് ഒരു ഇതിൽ ഒന്നും കൂടി നോക്കുന്നു മാത്രം. അതെ, ഹാച്ച് ബാക്ക് പ്ലസ് ആ ഒരു ഫീൽ ഗുഡ്, ആ ഡൈനാമിക്സ് നേരത്തെ പറഞ്ഞ ഒരു ഇതിന് വേണ്ടിട്ട്. പിന്നെ ഇത് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വണ്ടികളാണ്. ഫ്യൂൽ എഫിഷ്യൻസി അതായത് നമ്മളിപ്പോ സ്പോർട്ട് മോഡ് ഇട്ടാൽ നമ്മുടെ ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ വെഹിക്കിളും. ഏത് ബ്രാൻഡിന്റെ ആയാലും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മൾ എങ്ങനെ ത്രോട്ടിൽ റെസ്പോൺസ് ചെയ്യണം, എങ്ങനെ ഓടിക്കുന്നു. ഇപ്പോ ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞ ട്രാഫിക്കിൽ പോകുമ്പോ എക്കോ പ്രോയിൽ ഇടുന്നതാണ് ഈ BMW കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കണേ. എന്നാ ഒരു നമ്മളധികം ത്രോട്ടിൽ കൊടുക്കാണ്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇതായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് ഉണ്ട്. എന്നാൽ അതേസമയം കാല് കൊടുത്തൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അതേമാതിരി എന്താ പറയാ ഫ്യൂവല് കൺസപ്ഷൻ വരെയും ചെയ്യും. ലൈക്ക് ഞാൻ അങ്ങനെ കറക്റ്റ് പ്രോപ്പർ നോക്കിയിട്ടില്ല.
എന്നാലും ഡീസൽ വണ്ടി നമ്മൾ ഇപ്പൊ ഹൈവേ റൺസിൽ എനിടെ ഗുഡാണ്. ട്രാഫിക്കിൽ വരുമ്പോൾ ഇച്ചിരി കുറവാണ് എനിക്ക് തോന്നുന്നു. ലോങ്ങില് നമുക്ക് 20 എന്തായാലും നമുക്ക് 20 ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 17, 18 to 20 വരെ കിട്ടാം. ഞാൻ അത്രയും ലോങ് നമ്മളിപ്പോ മാക്സിമം തൃശ്ശൂർ, എറണാകുളം ആ ഒരു സൈഡാണ് ഇപ്പോ പിന്നെ കൂടുതൽ യാത്രകളുള്ളത്. പിന്നെ അത്രയും ഇപ്പൊ ചിലപ്പോ ലോങ് പോകുമ്പോ ഈ വണ്ടി വെഹിക്കിൾ എടുക്കാറില്ല, വേറെ വെഹിക്കിൾ ഏതെങ്കിലും പ്രിഫറൻസ് വെച്ചിട്ടാണ് പോവാറ്. അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് വേറെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ഇതൊക്കെയാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട്. വേഴ്സ്റ്റ് പാർട്ട് ഉള്ളത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഇതിന്റെ വേഴ്സ്റ്റ് പാർട്ട് എന്ന് പറയാനായിട്ട് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ ടൈം, ഈ പറഞ്ഞ പിന്നെ നമ്മള് വിശ്വസിച്ച് ചില ഇപ്പൊ ഗരാജസിൽ നിന്ന് അവർക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞ് ചെയ്ത് തരുന്ന ചില അടുത്തുണ്ടായിരുന്നിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ഒരു ലാഗും ശരിയാവാത്തതിന്റെ ഒക്കെ ഒരു ഇത് ഇംപെർഫെക്ഷൻസ്. അപ്പൊ ചിലവര് ചെയ്ത് പഠിച്ചിട്ടുള്ളവരുണ്ടാവും ആദ്യത്തെ ഒരു ഫോൾട്ട്. അതെ ഇതിന്റെ ഇപ്പോ ഞങ്ങൾ എടുത്തതിന് ശേഷമാണ് AC കംപ്രസർ കംപ്ലൈന്റ് ആയത്. അപ്പോ അതവിടെയൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് നമുക്ക് വന്നിട്ടുള്ള ചെലവും കാര്യങ്ങളും ഒരു 1 lakh അതിനു വേണ്ടി കംപ്രസർ മാത്രമല്ല റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം മാറി, കാര്യങ്ങൾ കൂളിംഗ് ഓയിൽ എല്ലാം മാറി, എല്ലാം വന്നു കഴിയുമ്പോൾ അഡീഷണൽ ഒരു 1 lakh നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പം ആ 1 lakh ടൈം പിടിക്കും. ഇത് ഫുൾ ഈ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അഴിച്ചിട്ട് വേണം ഈ AC കംപ്രസറും കാര്യങ്ങളും ഫുൾ അഴിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒക്കെ ഒരു വേഴ്സ്റ്റ് പാർട്ട് സൈഡ് എന്ന് പറയുന്നത് ഈ വെഹിക്കിൾസിന്റെ ഒക്കെ. നമ്മള് അത് എന്റെ എക്സ്പേർട്സ് ഇപ്പൊ എനിക്ക് ചെയ്തെന്ന അവര് അപ്പൊ അതിലും ഈ പറഞ്ഞ പലരും ചെയ്തിട്ട് ചില വണ്ടികൾക്ക് ചില രീതി ഉണ്ട്. ആ രീതി കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ചില സമയത്ത് AC-ന്റെ ഇതില് ചിലപ്പോ AC തന്നെ കട്ടാവും. കട്ടായി കഴിയുമ്പോൾ അതിന്റെ മറ്റേ പൈപ്പ് ലൈൻസ് മൊത്തം ഫ്രീസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സെൻസർ ഉണ്ട്, അത് മാറി ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ വണ്ടിയിൽ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ആണ് ദീ ഇരിക്കുന്ന ഒരു പാക്കറ്റ്, ദീ ഇരിക്കുന്ന ഒരു സെൻസർ കണ്ടോ, ഈ കുഞ്ഞ് നമ്മുടെ കൂളിങ്ങിന്റെ ഇത് ചെയ്യണം. അതൊരു ആക്ച്വലി ഒരു സെൻസറാണ്. അപ്പൊ അത് BMW ഓയും വാങ്ങിച്ചതിന്റെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ ഈ ഒരു സെൻസർ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇട്ടു, സ്റ്റിൽ അത് ഒരു പെർഫെക്ഷൻ അല്ല. അപ്പൊ വേറൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പറഞ്ഞാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞത്തേക്ക് കൊടുക്കുന്ന പൈപ്പിന്റെ കണക്ഷന്റെ ഇത് വരുന്നതിന്റെ ആ സെറ്റിംഗ് കറക്റ്റ് ആവത്തുണ്ട്. അതിന് ശരിയാക്കണമെങ്കിൽ ഇത്രയും വലിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇനി അയച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ലേബർ ടൈം ഇത് എക്സ്പെൻസ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ AC-ക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇടയ്ക്ക് ഒന്ന് ഇതായി കഴിയുമ്പോൾ ചില സമയത്ത് നമ്മൾ ഫുൾ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കണം എന്ന് മാത്രം. അപ്പൊ അതിപ്പോ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങള് നമുക്കിപ്പോ ഷോറൂമിലാണെങ്കിൽ, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അത് പുറത്ത് ചെയ്യിച്ചു എന്നുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയത് ഷോറൂമിലാണെങ്കിൽ എക്സ്പെൻസ് ഓൾമോസ്റ്റ് 3 lakhs വരും. ഇതിന്റെ AC കംപ്രസറും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറി വരുമ്പോൾ ഒരു എന്തായാലും 2.5 മിനിമം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ മാതിരി പുറത്ത് ചെയ്തു തരുന്നവര് ഒരു ചിലവര് പറയായിരിക്കും ഒരു 80 to 1 lakh ഇടയിൽ ചെയ്തു തരാം. അപ്പോ ബിറ്റ്വീൻ ആ റേഞ്ചാണ് റേറ്റ് പറഞ്ഞത്. ഓരോരുത്തരുടെ ലേബറും വർക്ക്ഷോപ്പും ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പൊ ചെയ്തു തരാന്ന് പറയുമ്പോഴും ചിലയിടത്ത് ശരിയാവും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് വേഴ്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നമ്മൾ യൂസിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളിലേക്ക് നമ്മളത് ഇങ്ങനെ ചിലവ്. അത് ഞാൻ പറഞ്ഞത് കാർ ഇങ്ങനെ ബ്യൂട്ടി ആക്കി ഇപ്പൊ എല്ലാവരും പല കാര്യങ്ങളും മറിച്ച് വെക്കും. ഇതിന്റെ പിന്നാലെ നടക്കാനും ടൈം വേണം. അതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സീറ്റ് മെമ്മറി ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ. അതുപോലെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് പാസഞ്ചർ സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഓട്ടോമാറ്റിക് IRVMs ആണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഫീച്ചേഴ്സുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവരെ യൂട്യൂബ് ചാനലിൽ എവിടെയും വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. എന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളും അത് ക്ഷമിച്ചു തരിക. കളയാനായിട്ട് ഇതിനകത്തൊന്നുമില്ല, എല്ലാം വേണ്ടിയത് തന്നെയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയേക്കാം എങ്കിലും
കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള പറഞ്ഞു. ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞു പോയ പല കാര്യങ്ങളും ഞാൻ ഇനി പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് വോയിസ് പാട്ടൊക്കെ പറയാൻ പറഞ്ഞപ്പോഴാണ് ഓർത്ത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊക്കെ പ്ലാൻ ചെയ്യാം. അതെ, സർപ്രൈസ് വേറൊരു കാറുകൂടെ ഉണ്ട്, നമ്മളത് ഭാവിയിൽ നമ്മൾ കൊണ്ടുവരും. അതെ. അപ്പം ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ബ്രോനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ അത്ര പേഷ്യൻ്റ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ആൾക്കും നാട്ടിലേക്ക് പോകണം, കാര്യങ്ങളും ഇതുണ്ട്. അപ്പോൾ എന്നാലും ഇന്ന് മീറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു, പ്ലാൻ ചെയ്ത് നമ്മളിവിടെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നിയർ ബൈ എയർപോർട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് എറണാകുളത്ത് നിന്ന് വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വണ്ടി ഫീച്ചർ ചെയ്യണം, പുള്ളിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം എന്തായാലും. അതെ, നമ്മള് അല്ലെങ്കിൽ ഒരു പ്രീമിയം കാസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് പതിവായിട്ട്, പക്ഷെ ഇതൊരു വൺ ഓഫ് ദി റയറസ്റ്റ് കാസ് ആണ്. അതുകൊണ്ട് അതുപോലെ നമ്മൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതിന്റെ എക്സ്പീരിയൻസ് യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു BMW 1 സീരീസിന്റെ മാത്രമല്ല, കുറെ പ്രീമിയം കാർസ് ഓൺ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ടോം ബ്രോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്തു തന്നെ. താങ്ക് യു സോ മച്ച്. എല്ലാവരും പുള്ളിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ പുള്ളിനെ വീഡിയോസ് ഇനി കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാൻ ഒന്നൊരു സജഷനും കൂടി കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത നമ്മുടെ ഒരു കാറുമായിട്ട് എന്തായാലും വരുന്നതായിരിക്കും ബ്രോന്റെ വീഡിയോയിൽ. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.